നമ്മൾ ഇന്നിവിടെ മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് മണി സപ്ലൈ എന്തോന്ന് നോക്കാം. മണി സപ്ലൈ പണത്തിന്റെ പ്രധാനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. മണി സപ്ലൈ എന്ന് പറയുന്നത് the total stock of money held by the public. The total stock of money held by the public at a particular time. Particular time is known as the total money supply in an economy. പണത്തിന്റെ പ്രധാനം എന്ന് പറയുന്നത് സർക്കുലേഷൻ നടക്കുന്ന ആ പണത്തിനെയാണ് എന്ത് പറയുന്നത്, മണി സപ്ലൈ എന്ന് പറയുന്നത്. ജനങ്ങളുടെ കയ്യിലുള്ള പണം സർക്കുലേറ്റ് ചെയ്യും, നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കായി അതിനെ ഉപയോഗിക്കും, അതിനെയാണ് മണി സപ്ലൈ എന്ന് പറയുന്നത്. മണി സപ്ലൈയിൽ RBI റിസർവ് ആയിട്ട് വെക്കുന്ന പണം ഉൾപ്പെടത്തില്ല. RBI റിസർവ് ആയിട്ട് വെക്കുന്ന പണം അതിൽ ഉൾപ്പെടത്തില്ല. പറയുന്ന മണി ഹെൽഡ് ബൈ ദ RBI as reserves is not included in the money supply. മണി സപ്ലൈ എന്ന് പറയുന്നത്, പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, മണി സപ്ലൈ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് വേരിയബിൾ ആണ്. സ്റ്റോക്കും ഫ്ലോയും നമ്മൾ എന്തുവന്ന് പഠിച്ചിട്ടുള്ളതാണ്. മണി സപ്ലൈ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ഫ്ലോ വേരിയബിൾ ആണ്. മണി സപ്ലൈ എന്തുവാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് എ മണി ഹെൽഡ് ബൈ ദ പബ്ലിക് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈസ് നോൺ ആസ് ദ ടോട്ടൽ മണി സപ്ലൈ. ടോട്ടൽ മണി സപ്ലൈ ഇൻ ആൻ എക്കോണമി. ബിസിനസ്സുകാർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഒക്കെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ പണം ചിലവാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, മണി സപ്ലൈ എന്ന് പറയുന്നത്. ഇനി മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ ആണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ. RBI 1977 മണി സപ്ലൈയുടെ മെഷേഴ്സ് 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മണി സപ്ലൈയുടെ മെഷേഴ്സിനെ 4 ആയിട്ട് 1977 onwards RBI publishes money supply into 4 measures. First one എന്ന് പറയുന്നത് M1, M2, M3 and M4. ഇങ്ങനെയാണ് RBI മണി സപ്ലൈയെ തിരിച്ചിരിക്കുന്നത്. M1 എന്ന് പറയുന്നത് CU plus DD. CU എന്ന് പറയുന്നത് കറൻസി ഇൻ സർക്കുലേഷൻ. Currency and coins held by the public. Currency and coins held by the public. DD എന്ന് പറയുന്നത് demand deposit in commercial banks ആണ്. CU എന്ന് പറയുന്നത് coins and currencies held by the public. പബ്ലിക്കിന്റെ കയ്യിലുള്ള coins and currency ആണ് നമ്മൾ CU എന്ന് പറയുന്നത്. DD എന്ന് പറയുന്നത് demand deposits in commercial banks ആണ്. നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് M2. M2 is equal to M1 plus savings bank deposits. M1 എന്ന് പറയുന്നത് നമുക്ക് അറിയാം CU plus DD ആണെന്നുള്ള അറിയാം. M2 എന്ന് പറയുന്നത് M1 plus savings bank deposit with the post office savings bank. 3 എന്ന് പറയുന്നത് M3. M3 എന്ന് പറയുന്നത് M1 plus net time deposits with the commercial banks. Net time deposits with the commercial banks. M4 എന്ന് പറയുന്നത് M3 plus total deposit of the post office saving organization. ഇതിനകത്ത് നമ്മൾ ബ്രോഡ് മണി, നാരോ മണി എന്നുള്ള 2 കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ബ്രോഡ് മണി ആൻഡ് നാരോ മണി. ബ്രോഡ് മണി ആൻഡ് നാരോ മണി. ഈ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മണി സപ്ലൈ എന്ന് ഞാൻ പറഞ്ഞു, ജനങ്ങളുടെ കയ്യിലുള്ള പണം സർക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മണി സപ്ലൈ എന്ന് പറയുന്നത്. 1977 ഇന്ത്യൻ എക്കോണമിയുടെ മണി സപ്ലൈയെ RBI 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. 1 വേർഡ് ആയിട്ട് ചോദിക്കും, മൊത്തത്തിൽ ഇങ്ങനെ ചോദിക്കും. ഈ ഒരു പോർഷൻ തരാതെ M1 is equal to CU plus dash എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ നമ്മൾ ഇവിടെ DD എന്ന് എഴുതണം. അങ്ങനെ ചോദിക്കും. അല്ലാതെ ഈ 4 സെക്ഷൻ ആയിട്ട് ചോദിക്കും. M1 എന്ന് പറയുന്നത് CU plus DD. M2 is equal to M1 plus savings bank deposit with the post office saving bank. ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന
നിക്ഷേപിക്കുന്ന തുകയും. M3 എന്ന് പറയുന്നത് M1 പ്ലസ് നെറ്റ് ടൈം ഡിപ്പോസിറ്റ് വിത്ത് കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ നെറ്റ് ടൈം ഡിപ്പോസിറ്റിനെയാണ് M3. M1 പ്ലസ് നെറ്റ് ടൈം ഡിപ്പോസിറ്റ് വിത്ത് കൊമേഴ്സ്യൽ ബാങ്ക്സ്. M4 എന്ന് പറയുന്നത് M3 പ്ലസ് ടോട്ടൽ ഡിപ്പോസിറ്റ് ഓഫ് ദി പോസ്റ്റ് ഓഫീസ് സേവിംഗ് ഓർഗനൈസേഷൻ ആണ്. ഇത്രയാണ് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മൾ പറഞ്ഞു 1977 RBI മണി സപ്ലൈയെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മണി സപ്ലൈ 4ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് M1 ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് M2 ആണ്, തേർഡ് വൺ എന്ന് പറയുന്നത് M3 ആണ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് M4 ആണ്. അതിന്റെ ഓരോന്ന് പറഞ്ഞു. M1 എന്തോന്ന് പറഞ്ഞു, M2 എന്തോന്ന് പറഞ്ഞു, M3 എന്തോന്ന് പറഞ്ഞു, M4 എന്തോന്ന് പറഞ്ഞു. മണി സപ്ലൈയുടെ ആ സർക്കുലേഷനെയാണ് M1, M2, M3 and M4 എന്ന് തരംതിരിച്ചിരിക്കുന്നത്. ഈ M1 and M2 എന്ന് പറയുന്നത് നാരോ മണിയാണ്. നാരോ മണിയാണ്. ഈ M3 and M4 എന്ന് പറയുന്നത് ബ്രോഡ് മണി. ബ്രോഡ് മണി എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ളത്. മറ്റേന്ന് വെച്ചാൽ നാരോ. നാരോ എന്ന് വെച്ചാൽ ഇടുങ്ങിയ എന്നുള്ളതില്ലേ, ആ ഒരു മീനിങ് തന്നെ. അത്ര വിശാലമല്ലാത്തത് നാരോ മണി ആൻഡ് ബ്രോഡ് മണി. ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. M1 and M2 എന്ന് പറയുന്നത് നാരോ മണി, M3 and M4 എന്ന് പറയുന്നത് ബ്രോഡ് മണിയാണ്. ഈ മോസ്റ്റ് ലിക്വിഡ് മെഷർ ആയിട്ടുള്ളത് നമുക്കറിയാം M1 ആണ്. M1 എന്ന് പറയുന്നത് എന്തുവായിരുന്നു? CU plus DD ആണെന്ന് നമുക്കറിയാം. CU plus DD എന്ന് പറയുന്നത് എന്തുവാണ്? കറൻസി ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദ പബ്ലിക് ആൻഡ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് ആണ്. M4 എന്ന് പറയുന്നത് ലീസ്റ്റ് ലിക്വിഡ് മെഷർ ആണ്. അതായത് M3 പ്ലസ് എന്തുവാണ്? പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അല്ലേ, ടോട്ടൽ ഡിപ്പോസിറ്റ് ഓഫ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ഓർഗനൈസേഷൻ ആണ്. അപ്പം ഇത് രണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം. M1 എന്ന് പറയുന്നത് മോസ്റ്റ് ലിക്വിഡ് മെഷർ ആണ്, M4 എന്ന് പറയുന്നത് ലീസ്റ്റ് ലിക്വിഡ് മെഷർ ആണ്. ഇത്രയാണ് മണി സപ്ലൈ ആൻഡ് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ മെത്തേഡ് അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ എന്നുള്ള ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാം. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ എന്നുള്ള ആ പോർഷൻ നിങ്ങൾ നന്നായിട്ട് നോക്കണം. എല്ലാ പ്രാവശ്യവും എക്സാമിന് ചോദിക്കുന്നതാണ്. M1 എന്തുവാണ്? അത് M1, M2, M3 and M4 എന്നുള്ള അത്രയും നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് 1 rupee കോയിൻ ഇഷ്യൂ ചെയ്യുന്നത്. ബാക്കിയെല്ലാം RBI ആണ്. അപെക്സ് ബാങ്ക് ആണ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനുള്ള ഇന്ത്യൻ മോണിറ്ററി സിസ്റ്റത്തിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആണ്. കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്തുവാണ്, അതിന്റെ ഫങ്ഷൻസ് എന്തുവാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് വെച്ചാൽ വാണിജ്യ ബാങ്കുകളും അതിന്റെ പ്രവർത്തനങ്ങളും എങ്ങനെയാണെന്നുള്ളതാണ്. കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കൊമേഴ്സ്യൽ ബാങ്ക്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ എക്കോണമി ഫോർ ബോറോയിങ് ആൻഡ് ലെൻഡിങ് മണി. നമ്മൾ ബാങ്കുകളിൽ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും, നമ്മൾ ലോൺ എടുക്കുകയും ചെയ്യും. നമുക്കറിയാം ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒരു പ്രോഫിറ്റ് ആയിട്ട് അവര് എന്ത് തരും? പലിശ തരും ഇല്ലേ, പ്രോഫിറ്റ് തരും. മറ്റേ ലെൻഡ് ചെയ്യുന്നതിനോ പണം ബോറോ ചെയ്യുന്നതിന് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ്, പലിശ അങ്ങോട്ട് അടയ്ക്കണം. തിരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് കിട്ടുന്നുണ്ട്. ബാങ്കിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? നമ്മൾ ലോൺ എടുക്കുന്ന എമൗണ്ട് നമ്മൾ അങ്ങോട്ട് അടയ്ക്കുന്നതാണ് ബാങ്കിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആണ്. കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്തുവാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കൊമേഴ്സ്യൽ ബാങ്ക്സ് മീൻസ് വാണിജ്യ ബാങ്കുകൾ എന്നാണ് അർത്ഥം. കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ആൻഡ് ഗിവ്സ് ലോൺസ്. The rate of interest given to the deposit holders is called borrowing rate. നമ്മളുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് മേടിക്കുമ്പോൾ അതിന് ഒരു എന്ത് തരുന്നു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബോറോയിങ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ്ഡ് ഫോർ ദി ലോൺസ് ഈസ് കോൾഡ് ലെൻഡിങ് റേറ്റ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. സ്പ്രെഡ്, ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബോറോയിങ് റേറ്റ് ആൻഡ് ലെൻഡിങ് റേറ്റ് ഈസ് നോൺ ആസ് സ്പ്രെഡ്.
ദിസ് ഈസ് ദ പ്രോഫിറ്റ് ഫോർ ദി ബാങ്ക്. ഇതാണ് കൊമേഴ്സ്യൽ ബാങ്കിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ ബാങ്കിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോറോയിങ് റേറ്റ് ആൻഡ് ലെൻഡിങ് റേറ്റ് ഈസ് നോൺ ആസ് ദ പ്രോഫിറ്റ് ഓഫ് ദി കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ ഫങ്ഷൻസ് ആണ് അടുത്തത്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ദി കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഫങ്ഷൻസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഫങ്ഷൻസ് എന്നും സെക്കൻഡറി ഫങ്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റൽ ഫങ്ഷൻസ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രൈമറി ഫങ്ഷൻ എന്തുവാണ്? ഫസ്റ്റ് പ്രൈമറി ഫങ്ഷൻ. പ്രൈമറി ഫങ്ഷൻസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് എന്നും ലെൻഡിങ് മണി എന്നും. ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന one of the most important functions of the commercial bank is the accepting deposit. നമുക്കറിയാം ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രൈമറി ഫങ്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ആണ്. ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുക. ഡിപ്പോസിറ്റുകൾ രണ്ട് തരത്തിലുള്ള ഡിപ്പോസിറ്റുകളുണ്ട്. ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്നും ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നും പറയും. നമുക്കറിയാം ഡിമാൻഡ് ഡിപ്പോസിറ്റിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട് ഡിപ്പോസിറ്റ് എന്നും സേവിങ്സ് ഡിപ്പോസിറ്റ് എന്നും. കറണ്ട് അക്കൗണ്ട് ഡിപ്പോസിറ്റ് വിൽ നോട്ട് ഹാവ് എനി ഇൻട്രസ്റ്റ്. നമുക്ക് അറിയാവുന്നതാണ് കറണ്ട് അക്കൗണ്ട് ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റ്, പലിശയില്ല. ഇറ്റ് ഷുഡ് ബി റിട്ടേൺഡ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ഓൺ ദെയർ ഡിമാൻഡ്. എപ്പോൾ വേണമെങ്കിലും നമുക്കത് ബാങ്കിൽ നിന്നും പിൻവലിക്കാം. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദി വിഡ്രോവൽ പെർ ഡേ. എത്ര വേണമെങ്കിലും നമുക്ക് വിഡ്രോവൽ നടത്താം കറണ്ട് അക്കൗണ്ടിൽ നിന്ന്. സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് നെക്സ്റ്റ് രണ്ടാമത്തേന്ന് പറയുന്നത് സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് ആണ്. സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് വിൽ ഹാവ് നോർമൽ ഇൻട്രസ്റ്റ്. ഒരു നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഈ ഡിപ്പോസിറ്റ് നമുക്ക് എപ്പം വേണമെങ്കിലും പിൻവലിക്കാവുന്നതാണ്. there are certain ചെറിയ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓൺ നമ്പർ ഓഫ് വിഡ്രോവൽസ് പെർ ഡേ. സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ഒരു ദിവസം ഇത്ര രൂപ എന്ന കണക്കിൽ മാത്രമേ എടുക്കാനൊക്കത്തുള്ളൂ. സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റിലെ എമൗണ്ടിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട് ഡിപ്പോസിറ്റിൽ അങ്ങനെ ഒരു നിയന്ത്രണം ഇല്ല. ഈ അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആൻഡ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സിലാണ് ഏതൊക്കെ വരുന്നത്? ഡിമാൻഡ് ഡിപ്പോസിറ്റ്. ഡിമാൻഡ് ഡിപ്പോസിറ്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്തുവാണ്? കറണ്ട് അക്കൗണ്ട് ഡിപ്പോസിറ്റും സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരെണ്ണം കൂടെ ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയും. ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സിൽ വരുന്നതാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ടൈം ഡിപ്പോസിറ്റ്സ് ആണ്. നമ്മൾ ഫിക്സഡ് ആയിട്ട് ഇടുന്നത് ഒരു ടൈം ഹൊറിസോൺ കാണും. ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് വിൽ ഹാവ് എ ടൈം ഹൊറിസോൺ. വി ക്യാൻ വിഡ്രോ ദ ഡിപ്പോസിറ്റഡ് എമൗണ്ട് ഓൺലി ആഫ്റ്റർ ദിസ് പീരീഡ്. ഒരു ടൈം പീരീഡ് കാണും, 5 years. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 5 വർഷത്തേക്ക് കുറച്ച് പൈസ ബാങ്കിൽ ഇടുന്നു. ആ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് എടുക്കാനൊക്കത്തുള്ളൂ. അതിന്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നമുക്കതിന്റെ കിട്ടും. These deposit have high rate of interest. അതിന് ഉയർന്ന പലിശ നിരക്ക് കാണും. ഫിക്സഡ് ഡിപ്പോസിറ്റിന് എപ്പോഴും ഉയർന്ന പലിശ നിരക്ക് കാണും. Recurring deposits are also type of fixed deposits. Recurring deposits are also a type of fixed deposits. ഇനി അടുത്തതെന്ന് പറയുന്നത് ലെൻഡിങ് മണിയാണ്. ലെൻഡിങ് മണി ബാങ്കിന്റെ പ്രൈമറി ഫങ്ഷൻസിൽ വരുന്നതാണ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി എന്ന് പറയുന്നത്. ലെൻഡിങ് മണിയിൽ വരുന്നത് ബാങ്ക്സ് വിൽ ലെൻഡ് മണി ടു ദ പബ്ലിക് ഔട്ട് ഓഫ് ദി ഡിപ്പോസിറ്റ്സ് ദേ ഹാവ്. ബാങ്ക് ചാർജസ് ഇൻട്രസ്റ്റ് ടു ലോൺസ്. ക്യാഷ് ക്രെഡിറ്റ്, ഡിമാൻഡ് ലോൺസ്, ഓവർ ഡ്രാഫ്റ്റ്, പേഴ്സണൽ ലോൺസ്, ഹൗസിംഗ് ലോൺസ്, ഷോർട്ട് ടേം ലോൺസ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺസ്. നമുക്കറിയാം പണം ബാങ്കുകൾ കടം കൊടുക്കും, ലെൻഡിങ് മണി. ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കും, ഡിമാൻഡ് ലോൺസ് ആയിട്ട് കൊടുക്കും, പേഴ്സണൽ ലോൺസ് ആയിട്ട് കൊടുക്കും, ഹൗസിംഗ് ലോൺസ് കൊടുക്കും, ഷോർട്ട് ടേം ലോൺസ് ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺസ്. ഇങ്ങനെ പലതരത്തിലുള്ള ലോൺസ് ആണ് കൊടുക്കുന്നത്. ഇത് ഒരു ആളിന്റെ എന്തുവാണ്
ഒരു വ്യക്തിയുടെ ആസ്തി കണക്കാക്കിയിട്ടാണ് കൊളാട്രൽ അസെറ്റ് ഈസ് കറന്റ് അസെറ്റ് നോക്കിയിട്ടാണ് അയാൾക്ക് ആ ക്രെഡിറ്റ് ആര് കൊടുക്കുന്നത്, ബാങ്ക് കൊടുക്കുന്നത്. Other primary functions of the commercial bank include discounting bill of exchange, investment in government bonds and securities, etc. ഇതൊക്കെയാണ് പ്രൈമറി ഫങ്ഷൻസിൽ വരുന്നത്. കൊമേഴ്സ്യൽ ബാങ്കിന്റെ പ്രൈമറി ഫങ്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് നമുക്ക് സെക്കൻഡറി ഫങ്ഷൻസ് എന്തുവാന്ന് നോക്കാം. ബാങ്കിന്റെ കൊമേഴ്സ്യൽ ബാങ്കിന്റെ സെക്കൻഡറി functions of the commercial bank include agency function and general utility function. അതിനകത്ത് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്തുവാണെന്നുള്ളത് ഈ സ്ലൈഡിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, അത് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഏജൻസി ഫംഗ്ഷൻ എന്തുവാന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. സെക്കൻഡറി ഫംഗ്ഷൻസ്, കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ സെക്കൻഡറി ഫംഗ്ഷൻസിൽ വരുന്നതാണ് ഏജൻസി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Remittance of the fund, collection of dividends of shares and interest on bonds, execution of standing orders, making insurance premium payments, telephone bill payments, etc., purchase and sale of shares and bonds, prepare income tax returns and remittance the tax amount for the customers. ഇത്രയാണ് ഏജൻസി ഫംഗ്ഷൻസിൽ വരുന്നത്. ഫണ്ടുകൾ റെമിറ്റ് ചെയ്യുന്നു, ഫണ്ടുകൾ അടയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെന്ത്, കളക്ഷൻ ഓഫ് ഡിവിഡൻസ്, ഷെയർ ബോണ്ടുകളുടെയൊക്കെ ഡിവിഡൻസ് കൊടുക്കുന്നു. പിന്നെന്തുവാണ്, എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്, മേക്കിംഗ് ഇൻഷുറൻസ് പ്രീമിയം പേയ്മെന്റ്സ്, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാൻ സഹായിക്കുന്നു. ടെലിഫോൺ ബിൽസ് ഇതൊക്കെ അടയ്ക്കാൻ സഹായിക്കുന്നു. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഷെയർ ആൻഡ് ബോണ്ട്സ്, പിന്നെ പ്രിപ്പയർ ഇൻകം ടാക്സ് റിട്ടേൺസ് ആൻഡ് റെമിറ്റൻസ് ദി ടാക്സ് എമൗണ്ട് ഫോർ ദി കസ്റ്റമേഴ്സ്. ഇത്രയാണ് ഏജൻസി ഫംഗ്ഷൻസിൽ വരുന്നത്. ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സെക്കൻഡറി ഫംഗ്ഷൻ കൂടി കൊമേഴ്സ്യൽ ബാങ്ക്സിനുണ്ട്. കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാങ്കുകൾ, കൊമേഴ്സ്യൽ ബാങ്കുകൾ നമുക്ക് ലോക്കർ ഫെസിലിറ്റി തരുന്നു. പ്രൊവൈഡിങ് ലോക്കർ ഫെസിലിറ്റി, underwriting of securities, giving letter for credit to customers and issuing travelers check, gift check, etc. ഇത്രയാണ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസിൽ വരുന്നത്. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ ഫംഗ്ഷൻസ്. ഡെവലപ്മെന്റൽ ഫംഗ്ഷൻസ്, ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ ഫംഗ്ഷൻസ് ആണ്. ഡെവലപ്മെന്റൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഗിവിംഗ് ലോൺസ് അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ബാക്ക്വേർഡ് ക്ലാസ്സിന് കുറഞ്ഞ നിരക്കിൽ പൈസ കൊടുക്കുന്നു. ഗിവിംഗ് ലോൺസ് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, giving loans for the development of infrastructure development, etc. are the most important developmental functions of commercial banks. കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ ഡെവലപ്മെന്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഗിവിംഗ് ലോൺസ് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിന് ലോൺ കൊടുക്കുന്നു. ഗിവിംഗ് ലോൺസ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോൺ കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഡെവലപ്മെന്റൽ ആ വേർഡിൽ തന്നെ ഉണ്ട്. ഡെവലപ്മെന്റ് എന്തുവാണ്, പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇല്ലേ, ഡെവലപ്മെന്റൽ ഫങ്ഷൻസ്. ഇത്രയാണ് ഫങ്ഷൻസിൽ പഠിക്കാനുള്ളത്. കൊമേഴ്സ്യൽ ബാങ്ക്സും അതിൻ്റെ ഫങ്ഷൻസും ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്തുവാണെന്ന് നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ ഫങ്ഷൻസ്, 3 തരത്തിലുള്ള ഫങ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്ന പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡ് സെക്കൻഡറി ഫങ്ഷൻസ് ആൻഡ് തേർഡ് ഡെവലപ്മെന്റൽ ഫങ്ഷൻസ്. പ്രൈമറി ഫങ്ഷൻസിൽ തന്നെ പ്രൈമറി ഫങ്ഷൻസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് എന്നും ലെൻഡിങ് മണി എന്നും. ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്നും ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നും. ഡിമാൻഡ് ഡിപ്പോസിറ്റിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കറണ്ട് ഡിപ്പോസിറ്റ് എന്നും സേവിങ്സ് ഡിപ്പോസിറ്റ് എന്നും. സെക്കൻഡറി ഫങ്ഷൻസിൽ വരുന്നത് ഏജൻസി ഫങ്ഷൻസും ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷനുമാണ്. ഏജൻസി ഫങ്ഷൻസും ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസും. ഡെവലപ്മെന്റൽ ഫങ്ഷൻസ്, തേർഡ് ഡെവലപ്മെന്റൽ ഫങ്ഷൻസിൽ
നമ്മൾ കണ്ടു എന്തുവാന്നുള്ളത്. ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ലോൺസ്. ഇത്രയാണ് ഈ കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഇന്ന് നമ്മളപ്പം നോക്കിയത് മണി സപ്ലൈയെ കുറിച്ചായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഇതിൽ പറഞ്ഞത് മണി സപ്ലൈ എന്തുവാണ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ. ആൻഡ് തേർഡ് ഇന്ത്യൻ മോണിറ്ററി സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യൻ മോണിറ്ററി സിസ്റ്റം. ലാസ്റ്റ് നമ്മൾ കൊമേഴ്സ്യൽ ബാങ്ക് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഇത്രയും കൊണ്ട് ഈ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസുമാണ്. താങ്ക് യു.